പേര് ലിൻഡ എൻ വർഗീസ്. വീട് തൃശ്ശൂർ ജില്ലയിലെ വെളയനാട് എന്ന സ്ഥലത്താണ്. ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിലെ +2 അധ്യാപികയാണ്. ശാസ്ത്ര യുക്തികളിൽ വിശ്വസിച്ചു പോന്നിരുന്ന കേവലം ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി മാത്രമായിട്ടാണ് ഞാൻ ജീവിച്ചു പോന്നിരുന്നത്. അങ്ങനെയിരിക്കെ 2020 ജനുവരി അവസാനത്തോടെ എൻ്റെ ഇടതു ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടെത്തുകയും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ പരിശോധനകൾക്കൊടുവിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ 3rd സ്റ്റേജ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആദ്യം ഞങ്ങൾ അല്പം പരിഭ്രമിച്ചുവെങ്കിലും സർജറിയിലൂടെയും കീമോതെറാപ്പിയിലൂടെയും ഈ രോഗം സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. അതിനാൽ തന്നെ പ്രാർത്ഥനകൾക്കോ ദൈവാശ്രയത്തിനോ മുൻഗണന കൊടുക്കാതെ ചികിത്സയുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. 6 മാസം കൊണ്ട് തന്നെ സർജറിയും കീമോതെറാപ്പിയും വിജയകരമായി അവസാനിക്കുകയും ഇനിയും രോഗം ആവർത്തിക്കാതിരിക്കുന്നതിനു വേണ്ടി ഒരു ഡോസിന് ഏകദേശം 40,000 രൂപ വില വരുന്ന 18 ഡോസ് ഇഞ്ചക്ഷൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഞങ്ങൾ എടുക്കുകയും ചെയ്തു. അതിനുശേഷം അങ്ങനെ ഇരിക്കെ 2021 ജനുവരി പകുതിയായപ്പോൾ എൻ്റെ നെഞ്ചിൽ ഇടതുഭാഗത്തായിട്ട് സ്റ്റേർണം എന്ന് പറയുന്ന കൂമ്പെല്ലിൽ വേദനയോടുകൂടിയൊരു മുഴ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഞങ്ങളുടൻ തന്നെ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പെട്ടെന്ന് തന്നെ ഞങ്ങളോട് ബോൺ സ്കാനും പെറ്റ് സ്കാനും നിർദ്ദേശിച്ചു. അതിൻ്റെ റിപ്പോർട്ടിൽ ഞങ്ങളെ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് അതിലുണ്ടായിരുന്നത്. ക്യാൻസർ എല്ലിലേക്ക് പടർന്ന് പിടിച്ചിരിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയ്ക്കിടയിൽ ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയും മറ്റു സൂത്രത്തിൽ എല്ലിൽ കയറിക്കൂടുന്ന അത്യന്തം അപകടകരമായൊരവസ്ഥയാണിത്. ബോൺ മെറ്റാസിസ് എന്നാണ് ഇതിനെ മെഡിക്കൽ ഭാഷയിൽ അവർ വിശേഷിപ്പിക്കുന്നത്. ഈ രോഗാവസ്ഥയിൽ ഈ അവസ്ഥയിലുള്ള ബോൺ ക്യാൻസറിന് സർജറിയോ കീമോതെറാപ്പിയോ ഹൈബീം റേഡിയേഷനോ ഒന്നും തന്നെ സാധ്യമല്ലെന്നും ആകെ ചെയ്യാവുന്നത് വേദന കുറയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് പാലിയേറ്റീവ് റേഡിയേഷൻ നൽകുക എന്നത് മാത്രമാണെന്ന് ഞങ്ങളുടെ ഡോക്ടറും അതുപോലെ തന്നെ മറ്റു പല പ്രശസ്ത ആശുപത്രികളിലെ ക്യാൻസർ വിദഗ്ധരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. ഇതിനെന്തെങ്കിലും ഒരു ചികിത്സ ലഭ്യമാകുമോ എന്നറിയാൻ ഞങ്ങൾ ഇതര ചികിത്സാ മാർഗങ്ങളിൽ, അതായത് ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധവൈദ്യം അതിലെ പ്രശസ്ത ഡോക്ടർമാരെ സമീപിച്ചു. അവരും ഇത് സുഖപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളാകെ തകർന്നു പോയൊരു സന്ദർഭമായിരുന്നു. എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ അടുത്ത് നിൽക്കുന്നത്. അദ്ദേഹം അത്യന്തം ഭയപ്പെട്ട് ഈ ബോൺ ക്യാൻസർ വന്നാലുള്ള വേദന കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ മരിക്കാം, ഇനി ഞാനതിന് തയ്യാറല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്യും എന്ന് പറയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മാനസിക നില ആകെ താളം തെറ്റി, രാത്രിയിൽ ഉറക്കമില്ലാതായി. ഈ അവസരത്തിൽ ഞാൻ രോഗാവസ്ഥയിലാണെന്ന് പോലും അറിയാതെ എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുൻപ് ജോലി ചെയ്തിരുന്ന മറ്റ് ടീച്ചർ തികച്ചും ഔദ്യോഗികമായൊരു കാര്യത്തിന് വേണ്ടി എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നതും എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുന്നതും. ആ ടീച്ചറും കുടുംബവും 2019 മുതൽ ഇവിടെ ഉടമ്പടി എടുത്ത് പുതുക്കി വരുന്നവരാണത്രേ. ആ ടീച്ചർ ഉടൻ തന്നെ കൃപാസനവുമായി പ്രാർത്ഥനാ സഹായത്തിനായി ബന്ധപ്പെട്ട് കൃപാസനത്തിൽ നിന്നും എനിക്ക് വേണ്ടി നിർദ്ദേശിച്ച ഒരു വചനം, ഏശയ്യ 66:14 എന്ന് പറയുന്ന വചനമാണ്. ആ വചനം ഇപ്രകാരമാണ്: അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയെന്നും കർത്താവിൻ്റെ രോഷം ശത്രുക്കൾക്കെതിരെയാണെന്നും അപ്പോൾ വെളിവാകും എന്നതാണ് വചനം. അത് നിരന്തരം ചൊല്ലി പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും കൂടാതെ ആഴ്ച തന്നെ നടക്കുന്ന 2021 ജനുവരി 30 നടക്കുന്ന യൂക്രസ്റ്റിക് ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങൾ ചെയ്തു തരികയും ചെയ്തു. അങ്ങനെ ജനുവരി 30 നടന്ന ഗൂഗിൾ മീറ്റിൽ ഞാൻ പങ്കെടുക്കുകയും എൻ്റെ ദയനീയാവസ്ഥ ജോസഫച്ചനോട് പറയാനുള്ള ഭാഗ്യം ലഭിച്ചു. ജോസഫച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉടൻ തന്നെ
ലിൻഡ, നീ സുഖപ്പെടും, സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. ലിൻഡ, കർത്താവ് ഈ ക്യാൻസർ പേഷ്യൻറ്റിനെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവെ, മരുന്ന് ലേപനം അല്ല കർത്താവെ, അങ്ങയുടെ വചനമാണുള്ള സുഖപ്പെടുന്ന കർത്താവെ. ലിൻഡ, നീ സുഖപ്പെടും, അപ്പോൾ സാക്ഷ്യപ്പെടണം കേട്ടോ. എനിക്ക് ബോൺ ക്യാൻസർ വന്നതിന് ശേഷം ഞാൻ സുഖപ്പെടുമെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി ജോസഫ് അച്ഛൻ മാത്രമാണ്. അത് ഈശോ തന്നെയാണ് ജോസഫ് അച്ഛനിലൂടെ എന്നോട് പറഞ്ഞത് എന്ന് ഞാനും കുടുംബവും ഉറച്ചു വിശ്വസിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ഉള്ള ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ അതിയായ വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെയാണ് അനുഷ്ഠിച്ചു പോകുന്നത്. മാത്രമല്ല, യൂട്യൂബിൽ ലഭ്യമായ കൃപാസനത്തിലെ ഒട്ടുമിക്ക ശുശ്രൂഷകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കാനും തുടങ്ങി. അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ ഞങ്ങളെ വിട്ടുമാറി രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുന്നതിന് ഉള്ള ഒരു അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ തന്നെ എൻ്റെ മറ്റൊരു സഹപ്രവർത്തകയായ മേരി ടീച്ചർ അവർക്ക് ലഭിച്ച ഉടമ്പടി തൈലം കൊണ്ടുവന്ന് എൻ്റെ ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഉണ്ടായി. അതിനുശേഷം ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി ആരംഭിച്ചപ്പോൾ ഞങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയും തികച്ചും യാദൃശ്ചികമായി ജോസഫ് അച്ഛനെ നേരിട്ട് കാണാനും ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ കിട്ടുന്നതിനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇവിടെ നിന്ന് നേർച്ച വസ്തുക്കൾ ലഭിച്ചതിന് ശേഷം എൻ്റെ ബോൺ ക്യാൻസറിനുള്ള പ്രധാന മരുന്ന് ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണവുമായി മാറി. ഇവിടുത്തെ നേർച്ച വസ്തുക്കളുടെ ശക്തി അത്ഭുതാവഹമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും റിമാർക്കബിളായിട്ടുള്ള ഒരു 2 കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. അതിലൊന്ന്, എനിക്ക് ബോൺ ക്യാൻസർ വന്നതിന് ശേഷം അസ്ഥി സ്രാവം എന്ന് ഒക്കെ പറയാവുന്ന ഒരു വൈറ്റ് ഡിസ്ചാർജ് ഇടതടവില്ലാതെ ഉണ്ടാകുമായിരുന്നു. ഇതുമൂലം വലിയ മാനസിക വിഷമവും അസഹ്യതയുമായിരുന്നു. അതിന് ഞങ്ങളുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാർക്കൊന്നും നിർദ്ദേശിക്കാനുണ്ടായിരുന്നില്ല. അത് കൊണ്ട് ഞങ്ങൾ 1-2 പ്രശസ്ത ഗൈനക്കോളജിസ്റ്റുമാരെ സമീപിച്ചു. അവർക്കും എൻ്റെ രോഗം ആ ഒരു പ്രശ്നം സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഈ ചികിത്സയ്ക്ക് ശേഷം എൻ്റെ ശരീരത്തിൽ അസഹ്യമായ ചൊറിച്ചിലും ഭയങ്കര പുകച്ചിലും ഒക്കെ അനുഭവപ്പെടുമായിരുന്നു. അതിനും സുഖപ്പെടുത്താൻ അവിടുത്തെ ഡോക്ടേഴ്സിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഒരു ദിവസം പെട്ടെന്നൊരു വെളിപാട് ലഭിച്ച പോലെ ഞങ്ങൾ ആ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്വിച്ച് ഇട്ട പോലെ അത് പിന്നീട് വന്നില്ല. അത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ സൗഖ്യപ്പെടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നീട് തുടർന്നിപ്പോൾ 4 മാസത്തോളമായി. പിന്നീട് ആ ഒരു 2 പ്രശ്നങ്ങളും എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് പ്രധാനമായിട്ട് എന്നെ സംബന്ധിച്ച മറ്റൊരു സുപ്രധാനമായ വിവരം സാക്ഷ്യപ്പെടുത്താനായിട്ടാണ്. അതായത് എനിക്ക് ബോൺ ക്യാൻസർ വന്നത് ജനുവരിയിൽ, അതിനുശേഷം ഇപ്പോൾ 6 മാസങ്ങൾക്ക് ശേഷം അത് ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തേക്ക് പടർന്നു, അതിൻ്റെ വ്യാപനം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം ജൂണിൽ ഒരു പെറ്റ് സ്കാൻ എടുക്കുകയുണ്ടായി. അതിൻ്റെ റിപ്പോർട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിൻ്റെ കാലാവധി തീരുന്ന ദിവസമാണ് അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ ഡോക്ടേഴ്സും അത്ഭുതപ്പെട്ടു, അതുപോലെ സന്തോഷമാവുകയും ചെയ്തു. കാരണം ആർക്കും സുഖപ്പെടുത്താൻ കഴിയില്ല, ഇത് പെട്ടെന്ന് തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാനാണ് സാധ്യത എന്ന് പറഞ്ഞ ഈ അസുഖം എല്ലിൽ തന്നെ 1 ഇഞ്ച് പോലുമോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും അവയവങ്ങളിലേക്ക് ഒട്ടും തന്നെ പടർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് കണ്ടുപിടിച്ച സ്റ്റെർണം എന്ന് പറയുന്ന എല്ലിൽ അതിൻ്റെ സൈസ് ഗണ്യമായി കുറയുകയും ചെയ്തിരിക്കുന്നു. ഇത് ഗൂഗിൾ മീറ്റിൽ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ മാതാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥ ലഭിച്ചതാണ് ഈ സൗഖ്യം എന്ന് ഞങ്ങൾ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. ലിൻഡ, നീ സുഖപ്പെടും, സാക്ഷ്യം പറയണം എന്ന ജോസഫ് അച്ഛൻ്റെ വാക്കുകൾ എൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. എന്നെ ശ്രവിക്കുന്ന ഏവരും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനും എൻ്റെ മധ്യസ്ഥയായ കൃപാസന മാതാവിനും അനന്ത നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു.
താങ്ക് യു. ഹസ്ബൻഡിന് കിട്ടിയ ദൈവാനുഭവങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ജീവിതത്തിൻ്റെ ഒരവസ്ഥയിൽ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരാളായിരുന്നു. ഈ ഒരു സംഭവത്തോടുകൂടി എനിക്ക് കർത്താവായ യേശുവിൽ വളരെ ശക്തമായ വിശ്വാസം വരികയും ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടവനാണ് ഒരു ക്രിസ്ത്യാനി എന്ന് ഉള്ള ബോധ്യം എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ ഞാൻ കുറച്ച് വർഷങ്ങളായി ഈ മൊബൈൽ ഫോണിലെ ഫേസ്ബുക്ക്, വാട്സപ്പ് മുതലായിട്ടുള്ള ഈ പ്രവർത്തികളിൽ ഒരു അഡിക്ഷന് അടിമയായ ഒരു മനുഷ്യനായിരുന്നു. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറേ തരികിട പരിപാടികളും. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം എനിക്ക് അത്ഭുതകരമായി യേശു ക്രിസ്തുവും നമ്മുടെ കൃപാസന മാതാവും എന്നെ അതിൽ നിന്നെല്ലാം വിടിയിച്ചിരിക്കുന്നു. പിന്നെ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരുപാട് നിസ്സാര സംഭവങ്ങൾക്ക് പോലും വളരെ ഒച്ചപ്പാടുണ്ടാക്കുകയും ബഹളങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ കുടുംബ സമാധാനം എന്ന് പറയുന്നത് ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആ സ്വഭാവത്തിന് വളരെ മാറ്റങ്ങൾ സംഭവിക്കുകയും എൻ്റെ കുടുംബത്തിൽ ഇന്ന് സമാധാനം ഉണ്ടാകുകയും ചെയ്തു.